ശരത്തേട്ടാ, താങ്കളുടെ മഹാനായ പിതാവിൻ്റെ എത്രയോ ഗാനങ്ങൾ ജയേട്ടൻ ആലപിച്ചിരിക്കുന്നു. അച്ഛൻ്റെ ആദ്യത്തെ ദേശീയ സ്റ്റേറ്റ് അവാർഡ് ആദ്യമായി ജയചേട്ടൻ ലഭിക്കുന്നത് ഒരിക്കലും മറക്കില്ല. അതെ അതെ, ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡുണ്ട്. ഞാൻ ശരിക്കും മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയാണ് തുടങ്ങുന്നത്. ആ പാട്ട് നമുക്ക് വേണ്ടി രണ്ടുപേരും. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. 66 കളിത്തോൾ കുഞ്ഞാലി മരിക്കാറാണ് ആദ്യം ഞാൻ പാടുന്നത്. അത് 65-ലാണ്. ഞാൻ വിചാരിച്ചത് 66 എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ മനോഹരൻ ഇന്ന് കറക്റ്റ് ചെയ്തു. 65-ലായിരുന്നു കുഞ്ഞാലി മരിക്കാർ റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ ഈ അവസരത്തിൽ ഒരു ഓപ്പണായിട്ട് പറഞ്ഞു, ഞാൻ 65 എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ 50-ാം വർഷം കൊണ്ടാടാൻ ശ്രമിക്കുകയാണ്. തെറ്റാണ്, 66-ലാണെന്ന് ഞാൻ കറക്റ്റ് ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഫ്രണ്ട് മനോഹരൻ പറഞ്ഞു, അല്ല മാഷ് 65-ലാണെന്ന് പറഞ്ഞു. ഈ കുഞ്ഞാലി മരിക്കാർ റെക്കോർഡ് ചെയ്ത്. അതെ, അതാണ് ആദ്യത്തെ ഫിലിം കുഞ്ഞാലി മരിക്കാരാണ്. പക്ഷെ ആദ്യം ഇറങ്ങിയ പാട്ട് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇതുവരെ പാടാൻ കഴിയുന്നത്. ആ ഒരു പാട്ട് ഇറങ്ങിക്കൊണ്ടുള്ളത്. ഈ ജയൻചേട്ടനും വയലാറിൻ്റെ കുടുംബം ഒരു ചെറിയ ബന്ധം പറയട്ടെ. ഞാനിങ്ങനെ കണ്ടെടുത്താണ്. ഇപ്പം മധുചന്ദ്രിക എന്നുള്ള പരിപാടിയിൽ ജയചന്ദ്രനുണ്ട്, ശരത് ചന്ദ്രനുണ്ട്, 2 ചന്ദ്രന്മാർ. ഒപ്പം ജയൻചേട്ടൻ 1947 ജനിച്ചു, 44. അച്ഛൻ 1928, 16 വയസ്സിൻ്റെ വ്യത്യാസം. ഞാൻ 60-ലാണ് ജനിച്ചത്. ഞങ്ങൾ തമ്മിൽ 16 വയസ്സിൻ്റെ വ്യത്യാസം. അപ്പം അച്ഛനും ജയൻചേട്ടൻ തമ്മിൽ 16 വയസ്സ്, ജയൻചേട്ടൻ ഞാൻ തമ്മിൽ 16 വയസ്സ്. ഇപ്പം എനിക്ക് 16 വയസ്സായിട്ടുള്ള ഞാൻ തോന്നുന്നത്. അല്ലെ, ഇപ്പം നമ്മൾ തിരിച്ച് എല്ലാവരും ഒരേ പ്രായത്തിലേക്ക് പോകാൻ പോവാണ്. കാലം മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ചാലും കവിളത്തെ താമരപ്പൂ വാടിയാലും എൻ അനുരാഗമാം മയിൽപ്പീലി തെന്മാവിന് എന്നും കുന്നും 16 വയസ്സ്. അപ്പം അതെന്നെ സംബന്ധിച്ചതും കറക്റ്റാ. കാലം മുടിക്കെട്ടിൽ തല വെളുത്തു, എൻ്റെ അനുരാഗമാം മയിൽപ്പീലി തന്നെ എന്നും, അത് കറക്റ്റാണ്. അല്ലെങ്കിൽ പാടി ഞങ്ങളെ കൂടെ പ്രായം ഒന്ന് കുറച്ച് തന്നാൽ ഉപകാരം. മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു, മനസ്സിനെ നിന്മായാരൂപം മനസ്സിൽ ഞാൻ വരച്ചു. മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു, മനസ്സിനെ നിന്മായാരൂപം മനസ്സിൽ ഞാൻ വരച്ചു. ഇതാണ് ഇതിപ്പോൾ ദേവരാം മാസ്റ്റർ ആദ്യകാലത്ത് ഞാൻ പാടിയ പാട്ടുകളിലൊന്നാണത്. അനാച്ഛാദനം എന്നാണ് പടത്തിൻ്റെ പേര്. അതിൽ വേറൊരു പാട്ട്, ഈ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ സുശീലാമ്മയുടെ ഒരു പാട്ടുണ്ട്. ആ പാട്ടിന് വെച്ചു ഇതിൻ്റെ സുശീലാമ്മയുടെ പാട്ട് ഈ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചു. അങ്ങനെ ഒരു പ്രത്യേകത ഈ പാട്ടിനുണ്ട്. അതെ, അല്ല സാധാരണ ചായ ഒന്നുമല്ല നമുക്ക് ഇരിക്കുന്ന ബ്രഷൊക്കെ മധുചന്ദ്രികയുടെ അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ വരികളും നമുക്ക് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ വരി കേൾക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണണമെന്ന് തോന്നുന്നുണ്ട്. സത്യം പറയാം, കാണാൻ കൂലാണ് ദുഃഖം അതിലുണ്ട്. ദേവരാം മാഷിൻ്റെ ഇപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം ഇപ്പോൾ വയലാർ ഞാൻ കണ്ടിട്ടില്ല അവർ കമ്പോസ് ചെയ്യുന്ന പാട്ട് വുഡ്ലാൻഡ്സിലാണ്, ന്യൂ വുഡ്ലാൻഡ്സിലാണ് ഞാൻ പോകാറുണ്ട്. പോകുമ്പോൾ അവർ കമ്പോസ് ചെയ്യുന്നത് എപ്പോഴാണ് കമ്പോസ് ചെയ്തത് എന്താണെന്ന് രണ്ടുപേരും എനിക്ക് തോന്നുന്നു വയലാർ 3 മണിക്ക് കാലത്ത് 3 മണിക്ക് എന്നിട്ടാണ് എഴുതാന്ന് കേട്ടത്. രാവിലെ എഴുതുന്ന മാഷ് ദേവരാം മാഷ് എപ്പോഴാണ് കമ്പോസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ പാട്ട് കിട്ടിയാൽ അളിയാന്നാണ് വിളിക്കുക വയലാറിനെ. എനിക്കറിയാം അളിയോ, നമുക്ക് ഈ വരി അങ്ങോട്ട് ഇട്ടിട്ട് ഇതിങ്ങോട്ട് മാറ്റി ഇട്ടൂടെ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിലെ കുഴപ്പമില്ല ദേവരാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവരിങ്ങനെ സ്ഫുടം ചെയ്ത ഓരോ പാട്ടും അതങ്ങനെ മാറ്റിവെക്കാനുള്ള കഴിവ് ദേവരാം മാഷ്
സാഹിത്യ കവിത്വം ഉള്ളുണ്ടല്ലേ